കേരളത്തിലെ തൃശൂർ നഗരത്തിലെ ഒല്ലൂരിലാണ് സെന്റ് ആന്റണി സീറോ മലബാർ കാത്തലിക് ഫെറോന പള്ളി സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ സീറോ മലബാർ കാത്തലിക് അതിരൂപതയുടേതാണ് പള്ളി. ഏകദേശ കണക്കുകൾ പ്രകാരം ഏകദേശം 4000 ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇടവകയിലുണ്ട്. ഒല്ലൂരിലെ ക്രിസ്ത്യൻ ജനതയുടെ വൻ സാന്നിധ്യം മത, വിദ്യാഭ്യാസം, മെഡിക്കൽ, സാമൂഹിക സേവന, മതേതര സംഘടനകളും സ്ഥാപനവും ഉള്ളതിനാൽ ഒല്ലൂരിനെ ചിന്ന റോം എന്ന് വിളിക്കുന്നു. പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നിൻ മുകളിലാണ് പള്ളി പണിതിരിക്കുന്നത്. പള്ളിക്ക് ചുറ്റും ആനമതിലെന്ന കൂറ്റൻ സംരക്ഷണ ഭിത്തിയാണ്. 1887 തൃശൂർ വികാരിയേറ്റ് അപ്പോസ്തലിക് സ്ഥാപിച്ചപ്പോൾ ഒല്ലൂർ ഏറ്റവും സമ്പന്നവും ജനസംഖ്യയുള്ളതും സ്വാധീനമുള്ളതുമായ ഇടവകയായിരുന്നു. അതിനാൽ ഒല്ലൂർ ഇടവക വികാരി അഡോൾഫ് മെഡ്ലിക്കോട്ടിന്റെ 4 രൂപത അപെക്സ് കൗൺസിലിൽ ഉൾപ്പെടുത്തി. സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയുടെ അധികാരപരിധിയിൽ 18 പള്ളികളുണ്ട്. മുമ്പ് ഒല്ലൂർ ക്രിസ്ത്യാനികൾ പുഴുവയൽ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിരുന്നു. ഒരു ദിവസം ചിറമേൽ കുടുംബത്തിലെ സ്ത്രീകളിൽ ഒരാൾ പുഴുവയൽ പള്ളിയിൽ കുർബാന കാണാതെ പോയി. നിരാശയോടെ അവർ മകനോട് ഇക്കാര്യം പറയുകയും ഒല്ലൂരിൽ ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം മാളിയേക്കൽ കർത്താക്കൾ നൽകിയ ഭൂമി ഒല്ലൂരിൽ പുതിയ പള്ളി പണിയാൻ ഉപയോഗിച്ചു. പള്ളിരേഖകൾ അനുസരിച്ച് 1718 ഒരു താൽക്കാലിക പള്ളി നിർമ്മിക്കുകയും ആദ്യത്തെ കുർബാന നടത്തുകയും ചെയ്തു. 1790 ടിപ്പു സുൽത്താൻ പള്ളിക്ക് തീയിട്ടെങ്കിലും മുൻഭാഗം മാത്രമാണ് കത്തിയത്. 1972 തൃശൂർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം തുള്ളൽ നിരോധിച്ചു. വാഴ്ത്തപ്പെട്ടവരായ എവൂപ്രാസിയ എലുവത്തിങ്കൽ, മരിയ തെരേസ ചിറയമൽ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നിവർ പള്ളി സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1951 നവംബർ 24 പള്ളി സന്ദർശിച്ചു. വികാരി മോൺസിഞ്ഞോർ പോൾ കാക്കശ്ശേരി വലിയ മെഴുകുതിരി കത്തിച്ച് നെഹ്റുവിനെ സ്വീകരിച്ചു. എല്ലാ വർഷവും ഒക്ടോബർ 23, 24 തീയതികളിൽ നടക്കുന്ന ഒല്ലൂർ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പ്രധാന ദൂതനായ ഒല്ലൂരിലെ വിശുദ്ധ റാഫേലിന്റെ തിരുനാൾ. 1837 ഈ ഉത്സവം ആരംഭിച്ചത്. ജനുവരി മാസത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ബഹുമാനാർത്ഥം മറ്റൊരു ഉത്സവം നടത്തപ്പെടുന്നു. ഇടവകയിലെ രണ്ടാമത്തെ പ്രധാന ഉത്സവമാണിത്. കൂടാതെ ഒല്ലൂർ ഇടവക കലണ്ടർ വർഷത്തിൽ ഏകദേശം 73 പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷിക്കുന്നു. വത്തിക്കാൻ സിറ്റിയിലെ സിസ്റ്റൈൻ ചാപ്പലിനോട് ഉപമിക്കാവുന്ന ഏതെങ്കിലും ദേവാലയം കേരളത്തിലുണ്ടെങ്കിൽ അത് ഒല്ലൂരിലെ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയാണ്. ചിത്രകാരൻ, ശില്പി, സെറാമിക്സ് തൊഴിലാളി, മരപ്പണിക്കാരൻ, സ്വർണ്ണപ്പണിക്കാരൻ, വെങ്കല കരകൗശല വിദഗ്ധൻ അല്ലെങ്കിൽ വാസ്തുശില്പി എന്നിവയുടെ ഏറ്റവും ഉയർന്ന നേട്ടങ്ങളോടെ പാശ്ചാത്യവും തദ്ദേശീയവുമായ സ്വാധീനത്തിൽ പള്ളിയിലെ ഓരോ ഇഞ്ച് സ്ഥലവും അലങ്കരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സ്വർണം, വെള്ളി, ഇരുമ്പ്, വെങ്കലം, മരം, ആനക്കൊമ്പ്, കല്ല്, ലാറ്ററൈറ്റ്, ഗ്രാനൈറ്റ്, വിലയേറിയ കല്ലുകൾ എന്നിവ പോലെ സങ്കല്പിക്കാവുന്നവ. പള്ളിയിലെ മാലാഖ ചിത്രങ്ങളുടെ എണ്ണവും വൈവിധ്യമാണ്. പള്ളിയുടെ പ്രത്യേകത ഫ്രെസ്കോ, മ്യൂറൽ, മരം, പ്ലാസ്റ്റർ, കല്ല്, ലോഹം, ആനക്കൊമ്പ് എന്നിവയിൽ തീർത്ത 5000-ലധികം മാലാഖമാരുടെ ചിത്രങ്ങൾ പള്ളിയിലുണ്ട്. ആയിരക്കണക്കിന് ചതുരശ്ര അടി വിസ്തീർണമുള്ള പള്ളിയുടെ പെയിന്റിങ്ങുകൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ആയിരത്തി 1959 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ കത്തോലിക്കർ തെരുവിലിറങ്ങി. സർക്കാർ നിയന്ത്രണത്തിലുള്ള കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാന നിയമനിർമ്മാണമാണ് കലാപത്തിന് കാരണമായത്. ഇത് വിമോചന സമരം അല്ലെങ്കിൽ വിമോചന സമരമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതേ വർഷം ജൂലൈ 23 വിമോചന സമരത്തിന്റെ ഭാഗമായി സെന്റ് ആന്റണീസ് ഫെറോന പള്ളിക്ക് നേരെ കേരള പോലീസ് വെടിയുതിർത്തു. അന്ന് പള്ളിയങ്കണത്തിൽ ഒരു സ്മാരകം സ്ഥാപിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ പള്ളിക്ക് നേരെ വെടിയുതിർത്ത് എന്നാണ് സ്മാരകത്തിൽ പറയുന്നത്. 1959 പോരാട്ടം ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. കൊത്തുപണികളാൽ അലങ്കരിച്ച ഈ പള്ളി 300 വർഷങ്ങൾക്ക് മുമ്പുള്ള സൃഷ്ടികൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ശില്പങ്ങളുടെ സംഘടനയും സംരക്ഷണവും പഴയതിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഹൃദയമായ ബോധത്തെ പ്രതിഫലിപ്പിക്കുന്നു. 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്രെസ്കോ പെയിന്റിങ്ങുകളുണ്ട്. പള്ളിയുടെ സ്വർണ്ണ നിറമുള്ള അകത്തളം ഒരു ആർട്ട് ഗ്യാലറിയോട് സാമ്യമുള്ളതാണ്. ശ്രീകോവിൽ, മേൽത്തട്ട്, ചെറിയ ബലിപീഠങ്ങൾ, പ്രതിമകളുടെ ചുറ്റുപാടുകൾ എന്നിവയെല്ലാം മനോഹരമാണ്. പള്ളിയുടെ 7 നിലകളുള്ള ബെൽഫ്രി അല്ലെങ്കിൽ ബെൽ ടവർ പണിതപ്പോൾ
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയായി പറയപ്പെടുന്നു. ബെൽ ടവറിലെ കൂറ്റൻ 3 മണികൾ 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ മാർസെയിലിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മണികളിലൊന്നാണ്. മണികളിൽ യേശു, വിശുദ്ധ ജോസഫ്, മറിയം, വിശുദ്ധ അന്തോണി, റാഫേൽ, തോബിയാസ് എന്നിവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്.